കെജ്രിവാൾ തരംഗമാകുമോ? കെജ്രിവാൾ ചലനം സൃഷ്ടിക്കുമോ? കെജ്രിവാൾ ആകുമോ മോദിയെ താഴെയിറക്കുക? ആ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായും അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയുമായും ഒക്കെ കെജ്രിവാൾ ആകുമോ മാറുക? ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മുടെ നാട്ടിൽ അലയടിക്കുകയാണ്. പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ ജയിൽ മോചനം, തുടർന്ന് വന്ന അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം, അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത, അദ്ദേഹം ജയിലിൽ അടയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി ഇതാദ്യമായി ഏതാണ്ട് എല്ലാവരും ഒരുമിച്ച് സമരം ചെയ്യാനെത്തുന്നത് എല്ലാം വലിയ കാഴ്ചകളായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ കാഴ്ചകളായിരുന്നു. ഭിന്നിച്ചു നിന്നിരുന്ന ഇന്ത്യ മുന്നണിയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആ ഘട്ടത്തിൽ സഹായിച്ചു എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കെജ്രിവാൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ അദ്ദേഹം ഉണ്ടാകുന്ന തരംഗങ്ങൾ അത് BJPയെ തന്നെ തറപറ്റിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ കെജ്രിവാളിൻ്റെ വരവും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്തുക? കെജ്രിവാളിൻ്റെ വാക്കുകൾ, അതിനുശേഷം അദ്ദേഹം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളൊക്കെ മോദിയെ തറപറ്റിക്കുന്നതാണോ? കെജ്രിവാളിൻ്റെ കപ്പാസിറ്റി അത് എത്രത്തോളമാണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കെജ്രിവാൾ പുറത്തിറങ്ങി വന്ന ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം BJP മോഡലിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടിയുടെ ഒരു രീതിയൊക്കെ അങ്ങനെയാണ്. ഭാരത് മാതാ കി ജയ് ഈ മോദി വിളിക്കുന്ന മോഡലിൽ 2-3 തവണ വിളിച്ച് പ്രവർത്തകരെ കൊണ്ട് ഏറ്റുചൊല്ലിക്കുക. ഒപ്പം തന്നെ വന്ദേ മാതരം പറയുക. ഒരുപക്ഷേ CPM രാഷ്ട്രീയത്തിനൊക്കെ എത്രത്തോളം സ്വീകാര്യമായ ഒന്നാണ് ഇത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മറ്റൊരു ഘട്ടത്തിൽ വിശകലനം ചെയ്യേണ്ടതാണ്. ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റിക്സും മറ്റും. മറ്റൊരു ഹിന്ദുത്വ പാർട്ടി എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടിയെ ഫലത്തിൽ CPM ഉൾപ്പെടെയുള്ളവർ വിമർശനാത്മകമായി കാണുന്നത്. പക്ഷേ ഈ ഒരു ഗതികെട്ട സാഹചര്യത്തിൽ, അതായത് രാജ്യത്ത് പ്രതിപക്ഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കാണുന്നവർക്കൊപ്പം എല്ലാം കൂട്ടുകൂടി കാര്യങ്ങൾ പിടിച്ചടക്കുക എന്നൊരു നീക്കത്തിലേക്ക് എല്ലാ വൈരങ്ങളും അവർ മറന്നുകൊണ്ട് ഒന്നിക്കുകയാണ്. അതാണ് ഇന്ത്യ മുന്നണി എന്ന സഖ്യം. അപ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. BJPക്ക് എല്ലായിടത്തും സീറ്റ് കുറയും. പരമാവധി 230 സീറ്റ് മാത്രമായിരിക്കും BJPക്ക് ലഭിക്കുക. ഇനിയുള്ള മുഴുവൻ ദിവസവും തൻ്റെ പ്രചാരണം മോദിക്കെതിരെ ആയിരിക്കും. 21 ദിവസമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് BJPയുടെ ഒരു ഇന്നർ പൊളിറ്റിക്സിലേക്ക് ചില ലക്ഷ്യങ്ങളോടെ, പ്രത്യേക താല്പര്യത്തോടെ അദ്ദേഹം ചില ഒളിയമ്പുകൾ നെയ്യുന്നു. അതായത് മോദി 75-ാം വയസ്സിൽ സെപ്റ്റംബറിൽ 75 വയസ്സാവും. അപ്പോൾ റിട്ടയർഡ് ചെയ്യും. അപ്പം അമിത്ഷായെയാണ് പ്രധാനമന്ത്രിയാക്കുക. അപ്പോൾ എങ്ങനെയാണ് മോദി ഗ്യാരണ്ടി പൂർത്തിയാക്കുക? യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അധികാരം കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ യോഗിയെ മാറ്റുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുന്നണി നേതാക്കളെ ഒക്കെയും മോദി അധികാരത്തിലെത്തിയാൽ ജയിലിലാക്കുമെന്നാണ്. ഇങ്ങനെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റവും തീവ്രമായി രാജ്യത്തെ മുഴുവൻ ചാനലുകളും ലൈവ് കൊടുത്ത ഒരു വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ. ഈ വാക്കുകൾ ഇന്ത്യ മുന്നണി നേതാക്കൾ പലപ്പോഴും, അല്ലെങ്കിൽ പ്രവർത്തകർ പലപ്പോഴും പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. എന്താണ് ഇതിൽ കെജ്രിവാളിൻ്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ കെജ്രിവാളിനെ എത്രത്തോളം ഇതിൽ അളക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിമർശനാത്മകമായി കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി 75 വയസ്സിൽ അദ്ദേഹം റിട്ടയർഡ് ആകും എന്നുള്ളതാണ്. അതിനുടൻ തന്നെ അമിത്ഷാ വന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. മോദി 3-ാം തവണയും പൂർത്തിയാക്കും. 75 വയസ്സിൽ അധികാരത്തിൽ നിന്ന് മാറണമെന്ന് BJPയുടെ ഭരണഘടനയിൽ ആരും പറയുന്നില്ല എന്ന്. അതായത് അദ്വാനിയൊക്കെ മാറ്റിയ മോഡലിൽ മോദി മാറി നിൽക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഉണ്ടാകില്ല എന്ന് അമിത്ഷാ നിസ്സംശയം പറയുന്നു. മാത്രവുമല്ല, ആരെങ്കിലും ഈ 3-ാം ഘട്ടത്തിൽ ഇത്ര വൈബ്രൻ്റായി
എന്തൊക്കെ പറഞ്ഞാലും എന്ത് എതിർ രാഷ്ട്രീയം പറഞ്ഞാലും നരേന്ദ്രമോദി ഓടിച്ചാടി നടക്കുകയും രാജ്യത്ത് മറ്റൊരു നേതാവും ഇല്ലാത്ത അത്രയധികം തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഓടി നടക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി. അദ്ദേഹം വൈബ്രൻ്റാണ്, ഊർജ്ജസ്വലനാണ്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ ബി ജെ പി ഈ ഘട്ടത്തിൽ തയ്യാറാകുമോ? അതും മോദി കി ഗ്യാരണ്ടി എന്ന പേരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. അത് സാധാരണ ജനങ്ങൾ പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഒരു കുത്തിത്തിരിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, അതായത് ആ പുറത്തെ പാർട്ടിയിൽ അങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ്, കെജ്രിവാൾ മാത്രം ചെയ്യുന്നതല്ല, എതിർ പാർട്ടിയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അത് സാധാരണ ജനങ്ങൾക്ക് പോലും വിശ്വാസയോഗ്യമായൊരു ആരോപണമല്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. മറ്റൊന്ന്, അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ തന്നെ അമിത്ഷാ ഒരുപക്ഷെ മോദിക്കാലം കഴിഞ്ഞാൽ അമിത്ഷാ പ്രധാനമന്ത്രിയായേക്കാം. പക്ഷേ ഈ ടൈം പൂർത്തിയാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞതോടുകൂടി ആ ഒരു ആരോപണ പ്രത്യാരോപണത്തിനുള്ള സാധ്യതകൾ, അതായത് കുത്തിത്തിരിപ്പിനുള്ള സാധ്യതകൾ അവിടെ അവസാനിക്കുകയാണ്. മറ്റൊന്ന്, യോഗിയെ കൂടി ഒന്ന് കുത്തുകയാണ്. പക്ഷേ യോഗി ആദിത്യനാഥിനെ കണ്ടെത്തുകയും എവിടെയോ നിന്നൊരു സാധാരണ എം പി ആയി നിന്ന യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാക്കുകയും അവിടെ ചരിത്ര ഭൂരിപക്ഷം 2 തവണ തുടർച്ചയായി നേടുകയും ചെയ്തത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എല്ലാ ചുക്കാൻ പിടിച്ച അമിത്ഷായുടെയുമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അങ്ങനെ ഒരു അന്തരമുണ്ട്, അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് സാധാരണക്കാർ പോലും വിചാരിക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല. ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രിയായി തന്നെയായിരിക്കും ബി ജെ പി യോഗി ആദിത്യനാഥിനെ വളർത്തുന്നതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനും വലിയ കാര്യമൊന്നുമുണ്ട്, കെജ്രിവാൾ ആ പറഞ്ഞതിനും വലിയ കാര്യമൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റൊന്നാണ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ഫൗളായി തോന്നിയത്. ഒന്ന്, പല നേതാക്കളും, ഇന്ത്യ മുന്നണി നേതാക്കൾ ജയിലിലാണ്. മമതാ ബാനർജിക്കൊപ്പമുള്ള പലരും ജയിലിലാണ്. തനിക്കൊപ്പമുള്ള ആം ആദ്മി പാർട്ടിയുടെ 4 മന്ത്രിമാർ ജയിലിലാണ്. ഇപ്പുറത്ത് എന്താ പറയുക, സ്റ്റാലിൻ്റെ ഒപ്പമുള്ള മന്ത്രിമാർ ജയിലിലാണ്. ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിലാണ്. ഇതെല്ലാം പറയുമ്പോൾ എന്താണ് അരവിന്ദ് കെജ്രിവാൾ, എന്ത് ശ്രദ്ധയിലേക്കാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ ക്ഷണിക്കുന്നത്? അതായത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഏതാണ്ട് എല്ലാവരും ജയിലിലാണ് എന്ന് തന്നെ ആണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇവർക്കെല്ലാവർക്കും സ്വാഭാവികമായും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിയെ, കോടതിയെ തൽക്കാലം അവിശ്വസിക്കാൻ തരമില്ല. പല ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായി കോടതിയെ സംശയത്തിൻ്റെ നിഴലിലാക്കാനൊക്കെ പലപ്പോഴും ശ്രമമുണ്ടെങ്കിൽ പോലും ഇതേ കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ്, കോടതിയുടെ കനിവിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായത് എന്ന് മറക്കരുത്. കാരണം ജാമ്യാപേക്ഷ പൂർണ്ണമായും പരിഗണിക്കണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വരൂ എന്ന് പറഞ്ഞ് മാത്രം വിടുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതിനപ്പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനൊരു ക്ലീൻ ചിറ്റ് നൽകിയല്ല കോടതി വിട്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം എടുത്തു കാണേണ്ടതാണ്. മാത്രവുമല്ല, ആ സർക്കാരിലുള്ള ഇപ്പോൾ സഞ്ജയ് സിംഗ് ഒഴികെയുള്ള എല്ലാവരും ജയിലിൽ കിടക്കുന്നവർ, അതേപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള കെ കവിത, ഇവരൊക്കെ എല്ലാവർക്കും കോടതിയിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം വാദിക്കാനും അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത നിലയിൽ അവിടെ കിടക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയാണെങ്കിലും ഹേമന്ത് സോറൻ്റെ കാര്യമാണെങ്കിലും എല്ലാം സമാനമായ രീതിയാണ്. അതായത് കുറേ അഴിമതിക്കാരെ, നിങ്ങൾ അഴിമതിക്കെതിരായ പോരാട്ടം എന്നിൽ നിന്നും കണ്ടുപഠിക്കൂ എന്ന് മോദിയോട് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അതത്ര ക്രെഡിബിളാണ് എന്ന് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം, ഇപ്പോൾ ഡൽഹി അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഓക്കെ, നമുക്കിപ്പോഴും അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജാമ്യം ഏതാണ്ട് പലതവണ തള്ളിക്കളഞ്ഞു, അതെല്ലാം ശരിയാണ്. പക്ഷേ 9 തവണ നോട്ടീസ് കൊടുത്തിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് അറസ്റ്റ് ചെയ്തത് എന്ന ഇപ്പുറത്തുള്ള വാദവും അവിടെ നിൽക്കുകയാണ്. ഇനി എന്തു തന്നെയായാലും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപാട് അഴിമതി കേസുകളിൽ കൃത്യമായി അകത്ത് കിടക്കുന്ന, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി ആയിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തരുടെയും കാര്യമാണ് ചൂണ്ടിക്കാണിക്കുക. അതായത് ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം അഴിമതിക്ക് ജയിലിലാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആരോപണങ്ങളിൽ അദ്ദേഹത്തിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നൊരു ജനവിഭാഗമാണോ ഇവിടെ പൂർണ്ണമായും ഉള്ളത്? അല്ല. അവിടെ മാസപ്പടി വിഷയമടക്കം അതിൽ സംശയങ്ങൾക്ക് നിൽക്കുന്ന നിലയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവിടെ തുടരുകയാണ്. അതവിടെ നിൽക്കുമ്പോൾ
അപ്പോൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണമായി കേരളത്തിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണത്തെ വിശ്വസിക്കുമോ? അവിടെയാണ് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ഇന്ന് നടത്തിയത് ഒരു ഫൗൾ പ്രസംഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ചെറുതാണ്, രാഷ്ട്രീയമായുള്ള ഉന്നം വെക്കലുകൾ ഒരു കുട്ടിക്കളി പോലെ ആയിപ്പോയി എന്ന് മാത്രമാണ് വിലയിരുത്താൻ ആകുക. പക്ഷെ ഒരു കാര്യം നിശ്ചയമായും പറയാം, ഇന്ത്യ മുന്നണിയിൽ ഇന്ന് ഏറ്റവും ഷൈനിങ് ആയി, അതായത് ജനശ്രദ്ധ, മാധ്യമ ശ്രദ്ധ ഒക്കെ നേടിയിരിക്കുന്ന ആൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ കൂടുതൽ അരവിന്ദ് കെജ്രിവാളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നമുക്ക് അന്തിമമായ പല നിഗമനങ്ങളിലേക്കും എത്താൻ കഴിയുക. ഇനി വളരെ കുറച്ച് ഘട്ടങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഉള്ളത്. അവിടെ കെജ്രിവാളിന് എത്ര സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഉത്തരം കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത്? കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.